ഇതെന്താ ഇവിടെ? 3 കൊല്ലം മുമ്പ് ഇവിടെ റിസോർട്ട് പണിയുന്ന കാര്യം ഒരു മോഹം പോലെ ഞാൻ പറഞ്ഞായിരുന്നു. 2 ആളും എതിർത്തു. ഇന്നലെ ഞാൻ അറിഞ്ഞു 7 കൊല്ലങ്ങൾക്ക് മുമ്പ് അമ്മച്ചിമാരി പറമ്പും വീടും കറിയാച്ചന്റെ പേരിൽ എഴുതി കൊടുത്തായിരുന്നു. വോട്ട് തിരിക്കാൻ പറ. എനിക്കിതിനുള്ള മറുപടി കിട്ടണം. നിധി കാക്കുന്ന ഭൂതത്തെ പോലെ ഈ പറമ്പിന് കാവൽ നിൽക്കുക കറിയാച്ചൻ, എന്നിട്ട് വില പേശുക. അതിന്റെ അവസാനമാണ് എന്റെ ചെറിയമ്മച്ചിക്ക് ഇത് 2ാമത്തെ അറ്റാക്കാ. ആരുടെയോ ഭാഗ്യം കൊണ്ടാ ജീവൻ തിരിച്ചു കിട്ടിയത്. ഇനി ഒന്നുകൂടി താങ്ങാനുള്ള കരുത്ത മനസ്സിനുണ്ടാവില്ല. അമ്മച്ചി, എന്നോടെങ്കിലും എല്ലാം തുറന്നു പറയേ. കറിയാച്ചനും നിങ്ങളും തമ്മിൽ എന്താ ഉള്ളത്? പറയാമ്മച്ചി. പറയാം, ഒരുപാടുണ്ട്. പക്ഷേ പറയാൻ നേരമായിട്ടില്ല. നീ വോട്ട് തിരിക്കേ. കൂടെ മാറാ. ഇതെല്ലാം മാന്യ ഉപഭോക്താക്കളുടെ ശ്രദ്ധയ്ക്ക് അറ്റൻഷൻ ഡിയർ കസ്റ്റമേഴ്സ്, നിങ്ങൾ ഇപ്പോൾ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ശ്രീമാൻ കറിയാച്ചന്റെ തുണിക്കടയിൽ നിന്നാണെങ്കിലും നിങ്ങളുടെ വിലയേറിയ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നത് ശ്രീമാൻ ചെത്തിമറ്റത്ത് ഫിലിപ്പിന്റെ പ്രോപ്പർട്ടിയിലാണ്. ശ്രീമാൻ കറിയാച്ചൻ അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന ഈ സ്ഥലത്ത് നിന്നും എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വാഹനങ്ങൾ പുറത്തിറക്കുന്നതാണ്. അല്ലാത്ത പക്ഷം ഞങ്ങളുടെ കുട്ടിസ്ഥിരതയില്ലാത്ത കുഞ്ഞുങ്ങളെ നിങ്ങളുടെ അടുത്തേക്ക് അഴിച്ചുവിടുന്നതായിരിക്കും. അത് നേടാൻ നിങ്ങളായിട്ട് അവസരം ഉണ്ടാക്കി കൊടുക്കരുതെന്ന് താഴ്മയെ അപേക്ഷിക്കുകയാണ്. ജയ് ഹിന്ദ്. भाइयों और बहनों, ये प्रॉपर्टी करियाचन का नहीं है, इसलिए इस जगह से सब गाड़ियां लेकर जाने चाहिए, नहीं तो सभी गाड़ियां हम लोग तोड़ डालेंगे. എന്നതാടാ വായി പൊളിച്ച് നിൽക്കുന്നത്? കടയിൽ നിന്ന് ആളർജി പോകുന്നത് കണ്ടില്ലോടാ? പിടിച്ചു നിർത്തടാ, പോയി കയ്യും കാലും പിടിക്കടാ. എന്റെ തമ്പുരാനെ, കാശന്റെയോ ഈ പോകുന്നത്? ഓടാ കഴുകറി. മറ്റത്തെ പൊന്നുമോൻ കറിയാക്കിട്ട് മാന്താൻ ഇറങ്ങിയിരിക്കുക. എന്നതാടാ അതിന്റെ ഉദ്ദേശം? വാ തുറന്ന് പറയടാ. ചെത്തിമറ്റത്തെ ഒരു പുൽനാമ്പിലും നീ ഇനി തൊട്ടില്ല. തൊട്ട ആ കൈ ഞാൻ വെട്ടും. ഇതിപ്പോ നോക്കിയും കണ്ടും ചെയ്യേണ്ട കാര്യമല്ലയോ? ശിവമണി സാറ് പറഞ്ഞത് ഒരു 2 ആഴ്ചത്തെ സമയം തരാനാ. പറ്റിയൊരു അവസരം വരുമ്പോ സാർ അവരെ പൊക്കും. പോലീസാണെന്നും പറഞ്ഞ് ചുമ്മാ കയറി തോണ്ടാനൊക്കെ അല്ലല്ലോ. അത് ഉമ്മം കുരുത്ത വിത്ത്. 2 ആഴ്ച കറിയാച്ചാരൊന്ന് കണ്ണടച്ചിരുന്നാട്ടെ. ബാക്കി ഈ ഉതുപ്പാനേറ്റു. പോയി പണി നോക്കടാ കൊച്ചനെ. നേരത്തോട് നേരം നോക്കി അവന്റെ അണ്ടം കലക്കാൻ കറിയാക്കി വിളിപ്പുറത്ത് ആളില്ല കിട്ടാന്നോ? അയ്യോടി,
ചിത്തിമറ്റത്തെ പൊന്നുമോന്റെ ചാവടിയന്തരം കൂടാൻ കറിയാ എന്തിനാ പടം മുടക്കുന്നേ? എണ്ണി പറഞ്ഞ് വിരലൊന്നു ഞൊടിച്ച കറിയാ മനസ്സിൽ കണ്ടത് അവിടെ തള്ളമാര് ചെയ്യും, ഇല്ലെങ്കിൽ ചെയ്യിക്കും ഞാൻ. विकल विश्व की विजयकारिणी शारदे वंदे पतित हमनिद कर दो मोचन मातरम वंदे. ആ വൃത്തികെട്ട ഇംഗ്ലീഷ് പാട്ട് പോയപ്പോ എത്ര ആശ്വാസം ഇല്ലേ മാഷേ? സാർ, എന്റെ ഫോൺ താ സാർ. നിന്റെ ഫോണോ? ഞാൻ പറഞ്ഞില്ല അച്ഛനെ വിളിച്ചോണ്ട് വന്നിട്ട് ഫോൺ തിരുവളന്ന് പോയി വിളിച്ചോണ്ട് പോടാ. ഹലോ, എന്താ CP മോനെ ഫോൺ കിട്ടുന്നില്ലെന്നോ? ആകെ പ്രശ്നമായി സാറേ. എന്നാടോ? ഒരു രീതിയിൽ അവര് സമ്മതിക്കുന്നില്ല. ഞാൻ അന്നേ പറഞ്ഞല്ലേ സാറേ, റോഡിൽ നിന്ന് 3 മീറ്റർ വിട്ടേ ബിൽഡിംഗ് വരാൻ പാടുള്ളൂ. സാറ് പെർമിഷന്റെ കാര്യം ഏറ്റെന്ന് പറഞ്ഞുകൊണ്ടാ നമ്മൾ അന്ന് പണി തുടങ്ങിയത്. ദാ ഇപ്പൊ മുനിസിപ്പാലിറ്റിന്ന് പുതിയ എ വന്ന് കംപ്ലീറ്റ് അളന്നു. ഫ്രണ്ടേജ് പൊളിച്ചു മാറ്റണമെന്ന് പറഞ്ഞിരിക്കുക. പുതിയ മാത്യു സാറിലെ സാറ് ട്രാൻസ്ഫർ ആയി. ഇത് പുതിയ അപ്പോയിന്റ്മെന്റ് ആലീസ്. ആലീസോ? ആ ആലീസ്, നമ്മുടെ പഴയ PRO ആലീസ്. മാഷുവാ സാർ ഒരു ഇഷ്യൂ ഒക്കെ നിൽക്കണ്ട, ഞാൻ അവരോട് സംസാരിക്കാം. എന്ത് സംസാരിക്കാൻ? CPM മാഡവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ തമ്മിൽ സംസാരിക്കണം. അത് അങ്ങനെ തീരൂ. സാർ പ്ലീസ്. ഇന്നെ കൊടുത്തോളൂ. പുറത്ത് വെയിറ്റ് ചെയ്യണം. എന്നെ കാണാനാണ് വന്നതെങ്കിൽ പുറത്ത് വെയിറ്റ് ചെയ്യണം. ആരുടെ പുറത്ത്? മര്യാദയ്ക്ക് സംസാരിക്കണം. ഒന്ന് പോടി വെച്ച് അവിടുന്ന്. CP കോളേജിന്റെ പ്രിൻസിപ്പലിനെയും വൈസ് പ്രിൻസിപ്പലിനെയും പുറത്ത് നിർത്തിയിട്ട് നീ ഇങ്ങനെ മുനിസിപ്പാലിറ്റി ഭരിക്കണ്ട. എന്തേ? പോട്ടെ മാഷേ. അതെ, ആലീസ് മാഡവും CP കോളേജും തമ്മിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു മാറ്റർ ചർച്ച ചെയ്യാനുണ്ട്. ആ സമയത്ത് നിങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടല്ലായിരിക്കും, പക്ഷെ ഞങ്ങൾക്കത് ബുദ്ധിമുട്ടാ. ചേട്ടൻ ഒന്ന് എണീറ്റേ. ടിറ്റോ ചേട്ടാ രീതിയല്ല. ആയിക്കോട്ടെ. പെട്ടെന്ന് പെട്ടെന്ന് വരെ വരണം കേമാ. വെറും 15 വർഷം കൊണ്ട് കേരളത്തിലെ നമ്പർ 1 വിദ്യാഭ്യാസ സ്ഥാപനം എന്നുള്ള സ്ഥാനം കരസ്ഥമാക്കിയ മഹത്തായൊരു വിദ്യാഭ്യാസ പ്രസ്ഥാനമാണ് CP കോളേജ്. 134 കോഴ്സുകൾ, 3500 റെഗുലർ സ്റ്റുഡൻസ്. ലക്ഷദ്വീപിൽ നിന്നും ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിൽ നിന്നും ഞങ്ങളുടെ കോളേജിലെ ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം 500 ആണ്. 500. കുറെ നാളാ കോളേജിൽ ഇരുന്ന് പേന ഊന്തിയതല്ലേ, കണക്ക് വ്യത്യാസമൊന്നുമില്ലോ. ഹലോ, സ്വന്തമായിട്ടൊരു മെഡിക്കൽ കോളേജ് ഒന്നും ഇല്ലെങ്കിലും വേൾഡ് വൈഡ് അംഗീകാരമുള്ള MBBS കോഴ്സുകൾ US-ൽ നിന്നും കാലിഫോർണിയയിൽ നിന്നും തുച്ഛമായിട്ടുള്ള വിലയിൽ ഇവിടെ ലഭ്യമാക്കാനുള്ള ഒരു വൻകിട പദ്ധതി CP കോളേജ് അടുത്ത മാസം തുടങ്ങാനിരിക്കുക. അത്തരത്തിലുള്ള കേരളത്തിലെ ഒരു വൻകിട സരസ്വതി സ്ഥാപനത്തിനെയാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള നൂലാമാലകൾ പറഞ്ഞ് തകർക്കാൻ ശ്രമിക്കുന്നത്. അതൊരു തരം അക്രമമാണ്, ഗുണ്ടായിസമാണ്. ഇതൊന്നും 2 കൈയും കെട്ടി നോക്കി നിൽക്കാൻ CP കോളേജിനെ കൊണ്ടാവില്ല ഒരിക്കലും. ഇയാളുടെ കോളേജ് തകർക്കലൊന്നും എന്റെ ലക്ഷ്യമല്ല. ഇയാളോ? എന്താടി കണ്ണൂരിട്ടി പേടിപ്പിക്കുന്ന ഭദ്രകാളി? ആലപ്പുഴ തത്തമ്പിള്ളി റോഡ് വീതി കൂട്ടിക്കൊണ്ടിരിക്കുക. ആ റോഡിൽ നിന്ന് 3 മീറ്റർ മാറിയ പുതിയ ബിൽഡിംഗ് വരാൻ പാടുള്ളൂ നിയമമുണ്ട്. നിങ്ങൾ അത് ലംഘിച്ച് ഞാനത് റിപ്പോർട്ട് ചെയ്തു. അത് ശരി. അപ്പൊ മാഡം ഒരു കാര്യം കൂടി പറഞ്ഞു തന്നാട്ടെ, ഈ ആലപ്പുഴ തത്തമ്പള്ളി റോഡ് എന്ന് തീരും? അതൊന്നും എനിക്കറിയില്ല. പിന്നെ നിനക്ക് എന്നെ പിണ്ണാക്ക് അറിയാം. എന്ത് അധികാരത്തിന്റെ പേരിലടി ആ കെട്ടിടം പൊളിക്കാൻ നീ നിന്റെ ഇണ്ടാസ് കൊടുത്തയച്ചത്? എന്നോ വരാൻ പോകുന്ന റോഡിന്റെ പേരിൽ എന്റെ പണി തടസ്സപ്പെടുത്താൻ നിനക്ക് എന്നാത്തിന്റെ ക്രമീകരി അടി? മര്യാദയ്ക്ക് സംസാരിക്കണം. ഇല്ലെങ്കിൽ നീ എന്തോ ചെയ്യടി, വലിച്ചൊക്കെ മൂക്കി കേട്ടുവോ? ഐ വിൽ കോൾ ദി പോലീസ്. അത് ശരി, CPയെ പൂട്ടാൻ നീ പോലീസിനെ വിളിക്കുക? പോലീസ് അല്ല, പട്ടാളമല്ല, അതിനും മുകളിലുള്ള കൊണാണ്ടർമാരെയൊക്കെ വയറ് നിറച്ച് കണ്ടിട്ട് തന്നെയാടി CP ഇവിടം വരെ എത്തിയത്. ചെത്തിപറ്റത്തെ ഫിലിപ്പ് എന്ന എന്നെ ഈ നാട്ടുകാര് സർ CP എന്ന് വിളിക്കുന്നതിന്റെ കാര്യം എന്താണെന്നറിയാം? അറിയത്തില്ല. ഇവക്കൊന്നും അറിയത്തില്ലല്ലോ ജോസഫ് സാറ്. അറിയാത്ത കാര്യങ്ങളെ പഠിപ്പിച്ചു കൊടുത്തിട്ട് വേണം ഇത്തരത്തിലുള്ളവരെ ഈ കസേരയെ കൊണ്ടിരുത്താൻ. അല്ലാന്നുണ്ടെങ്കിൽ അവര് ചെയ്യേണ്ട ജോലി കൂടെ ഞാൻ തന്നെ ചെയ്യേണ്ടി വരും. മനസ്സിലായ? ഇനി ചുവന്നു തുടുത്ത് ഈ കവിളത്തൊരൊറ്റ പെടയാ തരേണ്ടത്. അത് നിനക്കുള്ളതല്ല, പെൺമക്കളെ കയറൂരി വളർത്തിയതിന് ചത്തുപോയ നിന്റെ തന്തയ്ക്ക്.